ഇറങ്ങി ഇനി ഇറങ്ങുന്നുണ്ടോ? ഇറങ്ങി. നമസ്കാരം. ജോലിയൊക്കെ ശരിയായെന്ന് കേട്ടു. ചന്ദ്രേട്ടാ, ബ്രിട്ടോളിയം എക്സ്പോർട്സിൽ മാനേജറായിട്ട് ജോലി കിട്ടി. പ്രോവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി എല്ലാം കൂടെ മാസം നല്ലൊരു തുക കിട്ടും. എങ്കിൽ ഒരു മുട്ട് വരുമ്പോ ഇടയ്ക്കൊക്കെ ഒന്ന് സഹായിക്കണം കേട്ടോ. അയ്യോ, ബസ് പോയല്ലോ. എന്ത് പറ്റി? എന്റെ ഒരു സാധനം മറന്നുപോയി. അയ്യോ, ബസ് നിർത്ത്, വണ്ടി നിർത്ത്. അയ്യോ, എന്റെ ഒരു സാധനം മറന്നുപോയി, വണ്ടി നിർത്താൻ. അയ്യോ, വണ്ടിയുടെ എങ്ങോട്ടാ? പ്രദേശത്തിന്റെ പിന്നാലെ പോട്ടെ. ജീപ്പ് എടുത്തോ, എന്റെ ഒരു സാധനം മറന്നുപോയി. എളുപ്പപ്പെട്. ആ ബസ്സിനെ ഓവർടേക്ക് നിർത്ത്. എന്താ ബസ്സിൽ വെച്ച് മറന്ന്? അപകടം പിടിച്ച ഒരു സാധനമാണ്. ബോംബാണോ? സംസാരമൊക്കെ പിന്നെ വണ്ടി വിടും. വണ്ടി നിർത്താൻ. ഓവർടേക്ക്. വണ്ടി നിർത്താൻ. ഹലോ, എന്തൊരു വീടാണോ ഇത്? നിർത്തണം, പറയുന്ന കേക്ക്. ബസ്. ഹലോ, ബസ് സ്റ്റോപ്പ്. എന്താ പ്രശ്നം? അകത്തൊരു സാധനം വെച്ച് മറന്നുപോയി. എത്തി, ജീപ്പിലെത്തി. ഇങ്ങോട്ട് വന്നേ. എവിടെങ്കിലും ഇരുന്ന് അവിടെ വായും പൊളിച്ചിരുന്ന് ഉറങ്ങിക്കൊള്ളാം. ഇറങ്ങിയ ഇതാണോ മറന്ന സാധനം? ആരാ സാധനം അറിയോ? ജീപ്പിലോട്ട് കയറിയാട്ടെ. വണ്ടി റിവേഴ്സ് ഇട്. ഇനി നടക്കാവുന്ന ദൂരേ ഉള്ളൂ. പറയ്ക്കും. എത്രയായി? ഒരു 50 ഉറുപ്പിക. അത്ര ആയുള്ളൂ. എന്റെ കയ്യിൽ 500 നോട്ടേ ഉള്ളൂ. വെയില് നല്ല ചൂടുണ്ട്. ബാബാ, എന്റെ ഈ വരവ് തീരെ ശരിയായില്ല എന്നൊരു തോന്നല്. എന്ത് പറ്റി? താമസ സ്ഥലത്ത് വാടകയും തരാതെ ഭക്ഷണ ചെലവ് എന്നെ കൊണ്ട് എടുപ്പിച്ച് മടുത്തപ്പോഴാണ് ഞാൻ നിനക്കൊരു ജോലി വാങ്ങി തന്നത്. എല്ലാ ചെലവും ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് ഇപ്പൊ ജീപ്പിന്റെ കാശ് എന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുത്തു. അത് പിന്നെ ജീപ്പിന്റെ കാശ് എന്ന് പറഞ്ഞാ ബസ്സിൽ നിന്ന് ഉറങ്ങുമ്പോ ആലോചിക്കണമായിരുന്നു. ഉറങ്ങുമ്പോ എങ്ങനെ ആലോചിക്കുന്നത്? ഇനി നീ കൂടുതലൊന്നും ആലോചിക്കണ്ട. ഇവിടെ ഭക്ഷണവും താമസവും ഒക്കെ എന്റെ വക ഫ്രീ അല്ലേ? എനിക്ക് സംശയമുണ്ട്, ചിലപ്പോ നീ അതിനും കണക്ക് പറയും. നീ ഉടക്കാൻ ഞാൻ ചിലപ്പോ പറഞ്ഞിരിക്കും. പൊക്കട്ടാ, ഞാൻ ഓഫീസിലെ പ്യൂണാണെന്ന് അറിയാതെ പോലും നീ ആരോടും പറഞ്ഞേക്കല്ലേ. ഓർമ്മയുണ്ട്, നിന്റെ വീട്ടിലേക്ക് ഒരുപാട് ദൂരം ഉണ്ട്. പോയി. ഉത്സവം പ്രമാണിച്ചുള്ള വരവായിരിക്കും അല്ലേ രാജേന്ദ്ര? ഉത്സവം ഇല്ലെങ്കിൽ എനിക്ക് എന്റെ വീട്ടിലേക്ക് വന്നൂടെ? വരാം. രാജേന്ദ്ര, ഞാൻ മണ്ണാർക്കാട് 250 ഏക്കർ ഭൂമി വാങ്ങിച്ചു. റബ്ബർ പ്ലാന്റേഷന്റെ പണി നടക്കുക. ഇതാരാ? ഇത് ഓഫീസിൽ എന്റെ കീഴിൽ ജോലി ചെയ്യുന്ന അപ്പുക്കുട്ടൻ. നിന്റെ കീഴിലോ? നീ പ്യൂൺ. അതിന്റെയും താഴെ സ്വീപ്പർ ആയിരിക്കും അല്ലേ? പ്യൂണോ? ഞാനോ? അതെ, ശിപായി. ഞാൻ ടൗണിൽ വന്നപ്പോ നീ ആ വേഷത്തിൽ ഒരു ചായക്കട നിൽക്കുന്നത് കണ്ടല്ലോ. ഞങ്ങൾ അടുത്തേക്ക് വരാഞ്ഞതാ നീ ചമ്മണ്ടാന്ന് കരുതി. അത് മാത്രമല്ല, എന്റെ കൂടെ കാറിൽ വലിയ വലിയ ആളുകളുണ്ടായിരുന്നു. ഒരു പ്യൂണിന്റെ ഫ്രണ്ടാണ് ഞാൻ എന്നവർക്ക് തോന്നാൻ പാടില്ലല്ലോ. നിങ്ങൾ കണ്ട എന്നെ ആയിരിക്കില്ല. ചെല്ല്. ഞങ്ങളേ മണ്ണാർക്കാട്ടേക്ക് പോവുക. ഏതായി വിവരദോഷി? ചതിച്ചു എന്നാ തോന്നുന്നത്. ഇവനാണ് എന്റെ മെയിൻ പാര. അവന്റെ ഒരു മണ്ണാർക്കാടും റബ്ബറും. നിന്റെ നാട്ടിൽ നീ മാത്രമല്ല, വേറെ ഒരുപാട് തല്ലിപ്പള്ളിമാരുണ്ടല്ലേ? ഇവനിപ്പോ മണ്ണാർക്കാട്ടേക്ക് പോയില്ലേ? അപ്പൊ നീ വന്നു, വീണ്ടും എല്ലാം ബാലൻസ് ആയി. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അബദ്ധത്തിൽ പോലും നീ എന്നെ പ്യൂണെന്ന് വിളിച്ചു പോകരുത്. സ്വന്തം വീട്ടുകാരെ പോലും പറ്റിക്കുന്ന ഒരുത്തനെ ഞാൻ ആദ്യമായിട്ട് കാണാം. പറ്റിക്കല്ല, ഇത് വേറെ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? നിന്നെ ഇത് തന്നെ നിന്റെ പരിപാടി. അമ്മയോട് ചോദിച്ചിട്ടാ? ആഹാ, നീയായിരുന്നോ? ഇവനെ കൊണ്ട് ഇങ്ങനെ ഇളനീര് തീറ്റിച്ച അരയ്ക്കാൻ തേങ്ങ കാശ് കൊടുത്തു വാങ്ങൂ. പറഞ്ഞ കേക്കണ്ടേ അസത്ത്? അമ്മേ, വെല്ലേട്ടനോട് മറ്റേ കാര്യം ചോദിക്ക്. എന്ത് കാര്യം? വെല്ലേട്ടൻ ഓഫീസിലെ പ്യൂണാണത്രേ. ആണോ? ഞാനോ? പിന്നെ ഞാനോ? വലിയേട്ടന് നാട്ടിലൊരു പേരും വീണിട്ടുണ്ട്, ബ്രിട്ടോളി രാജേന്ദ്രൻ. നിന്നെ ഞാൻ പേരിട്ടോ ഞാനല്ല. അഥവാ അങ്ങനെ ആരെങ്കിലും വിളിച്ചാൽ തന്നെ നിനക്ക് 4 ചീത്ത വിളിച്ചൂടെ? പരിചയപ്പെടുത്താൻ മറന്നല്ലോ, ഇത് അപ്പക്കുട്ടൻ നായർ. നായരല്ല, മേനോൻ. രണ്ടും ഒന്ന് തന്നെ. ഞാൻ പറഞ്ഞിട്ടില്ലേ? കൂടെ താമസിക്കുന്ന? ഞാൻ കൂടെ താമസിക്കല്ല, ബ്രിട്ടോളി എന്റെ കൂടെ താമസിക്കുക. നല്ല മര്യാദ. ആദ്യമായിട്ട് വീട്ടിൽ വരുന്ന ഒരാളെ മുറ്റത്ത് നിർത്തിയാ സംസാരിക്കുക? സോറി. വരൂ അപ്പക്കുട്ട. എനിക്ക് കമ്പനിയിൽ മാനേജർ ജോലി വാങ്ങിച്ചെന്നും ഇദ്ദേഹം തന്നെയാണ്. നീ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പക്കുട്ടൻ നായരുടെ വീട് എവിടെയാ? നായരല്ല, മേനോൻ. അതെ, മേനോന്റെ വീട് എവിടെയാ? വീട് പണി തുടങ്ങിയിട്ടില്ല. അമ്മ സംസാരിച്ച് നിൽക്കാതെ അടുക്കളയിലൊട്ടിയല്ലേ, വിശന്നൊരു വഴിയായി. അമ്മേ, ഒരു കാര്യം.
ഞാൻ കോഴിയിറച്ചി കഴിക്കാറില്ല. അതിന് കോഴിയിറച്ചി ഇവിടെ ഉണ്ടെന്ന് ആര് പറഞ്ഞു? ഇല്ലേ? ഉം, ഉം. ഊണ് വിചാരിച്ചത്ര സുഖമില്ല കേട്ടോ. അതിനെന്താ, ഇനി നീ സുഖമായിട്ടൊന്ന് ഉറങ്ങ്. ഹേയ്, എനിക്ക് ഉച്ചവർക്കം പതിവില്ലല്ലോ. നടന്ന് ക്ഷീണിച്ചതല്ലേ? ഞാൻ ക്ഷണിച്ചില്ല, നീ ക്ഷണിച്ച. ഞാൻ ക്ഷീണിച്ചു. എന്നാ നീ ഉറങ്ങിക്കോ, എനിക്ക് പുറത്തിറങ്ങി കുറച്ച് ശുദ്ധമായി ശ്വസിക്കണേ. പുറത്തുള്ള വായു തന്നെയാണ് ജനലിൽ കൂടി അകത്തേക്ക് വരുന്നത്. നീ എന്റെ അതിഥിയാണ്, നീ ഉറങ്ങിയേ പറ്റൂ. എനിക്ക് പുറത്തിറങ്ങണം. അപ്പൊ കുട്ട പ്ലീസ് നീ ഒന്ന് ഉറങ്ങ്. രാജേന്ദ്ര പ്ലീസ് എന്നെ പുറത്തു പോകാൻ അനുവദിക്കൂ. ഇവിടുത്തെ നിയമം എന്റെ നിയമമാണ്. ഉറങ്ങാൻ പറഞ്ഞ ഉറങ്ങണം. കടടാ അവിടെ അനങ്ങിപ്പോരും. അത്രയ്ക്കായോ? ശാരദേ, ശാരദേ, ശാരദേ. രാധിക എവിടെ? എന്തേ? എവിടെന്നാ ചോദിച്ചത്? അവൾ അപ്പുറത്തെങ്ങാനും എന്താ അച്ഛാ? ആ ഉണ്ടോ? ഞാൻ പിന്നെ എവിടെ പോവാനോ? നിന്റെ ആങ്ങളയുടെ മകൻ ആ തെണ്ടിച്ചക്കൻ വന്നിട്ടുണ്ടെന്ന് കേട്ടു. അമ്മാവ നമസ്കാരം. നമസ്കാരം. ആ നിന്നെ പറ്റി ഞാനിപ്പോ പറഞ്ഞ് നാക്കെടുത്തേ ഉള്ളൂ. അല്ലേലും അമ്മാവൻ എന്നെ വലിയ ഇഷ്ടമാ അല്ലേ? സംശയമുണ്ടോ? വരൂ. നമുക്ക് പുറത്തിരിക്കാം. അകത്തപ്പടി മണ്ണും പൊടിയാ. അകത്തെന്താ കൃഷിപ്പണി വല്ലതും നടക്കുന്നു? എന്താ ഇല്ലില്ല, ഇത് വേറെ കാര്യം പറഞ്ഞ. ഇതേതാ പുതിയ അവതാരം? ലേറ്റസ്റ്റ് തന്നെ കൽക്കി. ഓ, നീ എപ്പോഴാ രാജാ വന്നേ? ഞാനേ വരാൻ അവനവിടെ ഗൾഫിലെങ്ങാനും പോയോ? സുഖം തന്നെയല്ലേ മോനെ? പ്യൂൺ പണിയൊക്കെ എങ്ങനെ നടക്കുന്നു? ഉം. ഞാൻ പറഞ്ഞില്ലേ, രവിയുടെ കുപ്രചരണം അമ്മാവനും അറിഞ്ഞിട്ടുണ്ട്. നാട്ടും പുറത്തുകാര് പൊതുവെ ശുദ്ധന്മാരാണല്ലോ, എന്ത് പെട്ടെന്ന് വിശ്വസിക്കും. ഞാൻ അത്ര ശുദ്ധനൊന്നും അല്ല. തീരെയല്ല. ആ ഒരു കുഴപ്പമുള്ള അമ്മാവൻ. അവിടെ തെറ്റി. പല കുഴപ്പങ്ങളും ഉള്ളവനാ ഞാൻ. കള്ളന്മാരെ ഞാൻ വെറുക്കും, നുണയന്മാരെ ഞാൻ വീട്ടിൽ കയറ്റാറില്ല. അപ്പൊ രവി ഇവിടെ കേട്ടാറില്ലേ? രവി നുണയനല്ലല്ലോ. മാത്രമല്ല അവർ രാധയെ കെട്ടാൻ പോകണം. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാ പോരല്ലോ. നീ അകത്ത് കയറിപ്പോ. ഇതാണ് പാർട്ടി, അറിയാമല്ലോ. വയസ്സെത്രയുണ്ട്? ആർക്കാ മോളേത്? എല്ലാവർക്കും എടുത്തിട്ടുണ്ട്. എന്നാ അതുപോലെ അകത്തോട്ട് കൊണ്ടുപോയി. ഇവന്മാര് തന്നെ പെണ്ണ് കാണാൻ വന്നൊന്നുമല്ല, ഉടുത്തൊരുങ്ങി ഇറങ്ങിയിരിക്കുക. കൊണ്ടുപോയി. ഇങ്ങ് പോരടി, ഈ മോശക്കോടം നന്നാവത്തില്ല. മോശക്കോടെ നിന്റെ നായര. അത് തന്നെയാ പറഞ്ഞത്. വിദേശത്ത് നിന്ന് ടൂറിസ്റ്റുകൾ വരുമ്പോ ഇവിടെ കൊണ്ടുവരണം. കേരളത്തിലെ ആതിഥ്യ മര്യാദ സംസ്കാരം ഒക്കെ ഇവിടുന്ന് പഠിക്കാൻ പറ്റും. ഇറങ്ങോടെ പുറത്ത്. അത് തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷെ അതിനു മുമ്പ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ ബ്രിട്ടോളി കമ്പനി അക്കൗണ്ടന്റ് അപ്പുക്കുട്ടൻ മേനോൻ. ഇത് ഞങ്ങളുടെ മാനേജർ രാജേന്ദ്രൻ സാർ. മാനേജറുടെ ബേസിക് പേ 4500 റുപ്പീസ്, 4500 രൂപ. പിന്നെ ഇൻക്രിമെന്റ്, പ്രോവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, DA, ഹൗസ് അലവൻസ്, കാർ അലവൻസ് എല്ലാം കൂടെ ചേർത്ത് ഒരു 12,000 രൂപ വരും. രാധികയെ പോറ്റാൻ ഇത്രയൊക്കെ പോരെ അമ്മാവ? നീ പോറ്റണ്ട. അങ്ങനെ ഒരു ഗതികേട് വരികയാണെങ്കിൽ ഞാൻ അവളെ ഏതെങ്കിലും അനാഥ മന്ദിരത്തിൽ ചേർത്തോളാം. ആ, അപ്പൊ നമുക്ക് ഇവിടെ അനാഥ മന്ദിരത്തിൽ നിന്ന് പൊക്കാം. ഇയാള് മഹാ ചീങ്കണ്ണിയാ. നേരായ വഴിക്ക് ഇത് നടക്കൂല മോനെ. ചീങ്ങണ്ട് നിന്റെ അപ്പൂപ്പൻ. അമ്മാവ എന്റെ സുഹൃത്തിന്. കുഴപ്പമില്ല, കൂടുതൽ കുഴപ്പമുണ്ടാകുന്നതിന് മുമ്പ് ഞാൻ പോകാം. അതല്ലേ നല്ലത്. രാജേന്ദ്രൻ നീ ഉം. ഉം. ബ്രിട്ടോളി. ബ്രിട്ടോളി. ശരിയാണ്, ബ്രിട്ടോളി കമ്പനിയുടെ മാനേജരാണ് ഞാൻ. അതുകൊണ്ട് ബ്രിട്ടോളി എന്ന് വിളിച്ചാൽ എനിക്ക് ഫീൽ ചെയ്യേണ്ട കാര്യമില്ല, മറിച്ച് അഭിമാനമാണ്. ബ്രിട്ടോളി. ബ്രിട്ടോളി നിന്റെ തന്തയാടാ. ചുടയുള്ളൊരുത്തനെ ഒന്നുകൂടെ വിളിയെടാ. നീ എന്താ ആളെ കൊല്ലം നടക്കുവാണോ? ഒരിക്കലും ഇല്ല. കാരണം നീ എനിക്കൊരു എതിരാളിയേ അല്ല. അത് കയ്യിൽ വെച്ചേക്ക് രവി. എതിരാളിയെ അല്ലെങ്കിൽ നീ നാട് മുഴുക്ക എന്നെ പറ്റി അപവാദം പറഞ്ഞു നടക്കുന്ന എന്തിന്? ഞാൻ എന്ത് പറഞ്ഞു? അല്ലെങ്കിലും സത്യം എങ്ങനെ അപവാദാകുന്നത്? ഉള്ളതുപോലെ പറഞ്ഞ് നീ രാധികയെ കെട്ടിക്കോ. പക്ഷെ അവൾക്ക് നിന്നെ തീരെ ഇഷ്ടമല്ല. രാധിക ജീപ്പിലുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ അവളെ ഇറക്കി വിട്ടതേ ഉള്ളൂ. ഓഹോ, രണ്ടുപേരും കൂടി എവിടെ പോയതായിരുന്നു? ചുമ്മാ ഒന്ന് കറങ്ങാൻ. പുഴക്കരക്കൂടെ ഒന്ന് ചുറ്റി അടിച്ചു. മോഹപക്ഷി കൊള്ളാം. സത്യം പറഞ്ഞതാ. നീ വന്നേ, ഒരു കാര്യം പറയട്ടെ. നീ ഒന്ന് ഓർത്തു നോക്ക്. കല്യാണത്തിന് പെണ്ണിന് കൊടുക്കാൻ ഒരു നല്ല സാരി വാങ്ങിച്ചു കൊടുക്കാനുള്ള കഴിവുണ്ടോ നിനക്ക്? ഒരാഴ്ചത്തെ ഹണിമൂൺ ട്രിപ്പ്, അതിനുള്ള വകുപ്പുണ്ടോ? രാജേന്ദ്ര, സാമ്പത്തിക ഭദ്രതയില്ലാത്ത ഒരുത്തനെ പ്രേമിക്കാൻ ഇപ്പോഴത്തെ പെമ്പിളേര് തയ്യാറല്ല. നിന്റെ ഫിലോസഫി ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ രാധികയ്ക്ക് വേണ്ടി നീ അടുപ്പത്ത് വെച്ചിരിക്കുന്ന വെള്ളം ചൂടാകില്ല. അതങ്ങ് ഇറക്കി വെച്ചേക്ക. നമ്മൾ തമ്മിൽ ഒരു മത്സരത്തിന്റെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. ഞാൻ പ്രൂവ് ചെയ്തു തരാം. എന്ത്? രാധികയ്ക്ക് എന്നോടാണ് സ്നേഹമെന്ന്. ആഹാ, നിന്റെ കയ്യിൽ സ്നേഹം അളക്കുന്ന യന്ത്രമുണ്ടോ? ഉത്സവത്തിന് വരുമല്ലോ, അപ്പൊ കാണിച്ചു തരാം. എന്ത് കാണിക്കാൻ? നീ കാണാൻ അവൾ എന്നെ ഒരു ഉമ്മ വെക്കുന്നെന്ന് വിചാരിക്കുക. അപ്പൊ അത് വിശ്വസിക്കൂ? അവളുടെ കാലേ കിടക്കുന്ന പുതിയ ചെരുപ്പ. എന്തിനാ അത് വെറുതെ ചീത്തയാക്കുന്നേ? വൈകുന്നേരം അമ്പലത്തിൽ വെച്ച് കാണാം. രക്ഷിക്കണോ അപ്പു? ആ കാലമടം വരുന്നുണ്ട് എന്റെ അമ്മാവൻ. ഇന്നത്തോടെല്ലാം തീരുന്ന ലക്ഷണമോ? ആ, എന്തുവാ? അല്ല, ഞാൻ. ആ, പറ. ഞാൻ. 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 ഞാൻ.
ചുമ്മാ ആർക്കും വലിഞ്ഞു കയറി വരാനുള്ളതല്ല ഈ ഓഫീസ്. ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു എക്സ്പോർട്ട് കമ്പനിയാണ്. ഫോൺ ചെയ്തോ കത്തെഴുതിയോ അനുവാദം ചോദിച്ചിട്ട് ഇതിനകത്ത് കാലെടുത്ത് കുത്താൻ പറ്റൂ. മനസ്സിലായോ? എന്നെ മനസ്സിലായോ? ഞാൻ പറയുന്നത് ആദ്യം മനസ്സിലാക്കൂ. യു ക്യാൻ ഗോ എന്ന് വെച്ചാൽ താങ്കൾക്ക് തൽക്കാലം പോകാം. പോയില്ലെങ്കിലോ അറസ്റ്റ് ചെയ്യൂ? ശ്ശെടാ, ആഹാ. എവിടെ പോകുന്നു? ഞാനേ ഇവിടെ കക്കാനും മോഷ്ടിക്കാനൊന്നും വന്നതല്ല, ആ കള്ള ചെകുത്താനെ കാണാൻ വന്നതാ. എന്നെ കണ്ടപ്പോ ഓടിയത് അവനാണെന്ന് എനിക്ക് സംശയമുണ്ട്. മാനേജർ രാജേന്ദ്രൻ സാറിനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അദ്ദേഹം ഇപ്പൊ ഇവിടെ ഇല്ല. കോയമ്പത്തൂരിൽ ഒരു കോൺഫറൻസിന് പോയിരിക്കുകയാണ്. നാളെ വരും. അതല്ല ഇന്ന് തന്നെ കാണണം നിർബന്ധമുണ്ടെങ്കിൽ 10:30 കോയമ്പത്തൂർക്ക് ഒരു തീവണ്ടി ഉണ്ട്. അതിൽ കയറി പോവാം. 1:30 ഒരു ഫ്ലൈറ്റ് ഉണ്ട്, അതിലും കയറാം. എന്തു പറയുന്നു? ഒന്നും പറയണില്ല. എന്നാലും ഒരു ചെറിയ കാര്യം പറയണമെന്ന് ആഗ്രഹം ഉണ്ട് താനും. പറഞ്ഞോളൂ. ഇതിപ്പോ നിങ്ങളെ സ്ഥലമായി പോയില്ലേ, ഇതിനകത്ത് കയറി അവനെ തപ്പാൻ നിവൃത്തില്ലാത്തോണ്ട് തൽക്കാലം ഞാൻ പോണു. അവൻ കോയമ്പത്തൂരോ റഷ്യയിലോ എവിടെ പണിയും പോട്ടെ, എന്റെ വീട്ടുമുറ്റത്ത് മാത്രം അവനെ കാണരുത്. ആ. എന്തായി? ഏറ്റില്ല. അയ്യോ, നീ ഈ വേഷത്തിൽ ഓടിയത് അയാൾ കണ്ടമട്ടുണ്ട്. അപ്പോ ചതിച്ചോ? ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ ഒന്നേ ചെയ്യാനുള്ളൂ. എന്താ? നീ ആ പെണ്ണിനെ അങ്ങ് മറന്നേളാം. അങ്ങനെ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ ആഫീസിൽ വേറെ ആരോടെങ്കിലും ചോദിച്ചുകൂടായിരുന്നോ? അത് ശരിയാ, ആ ബുദ്ധി എനിക്ക് പോയില്ല. പക്ഷെ ശാരദേ, ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഫ്ലാസ്ക് എടുത്തോണ്ട് പടി ഇറങ്ങി വന്നത് അവൻ തന്നെയാ, ഒരു സംശയമില്ല. എനിക്ക് ഒട്ടും വിശ്വാസമില്ല. MA വരെ പഠിച്ച ഒരുത്തൻ പിയൂണായിട്ട് ജോലി ചെയ്യേ. നിങ്ങക്ക് ആള് തെറ്റിയതാ. അല്ലെങ്കിൽ രാജേട്ടൻ നുണ പറയുന്ന കൂട്ടത്തിലല്ലമ്മേ. കേറിപ്പൊടിയകത്ത് ആണുങ്ങൾ സംസാരിക്കുന്നത് തിരക്കേണ്ട കാര്യം. ഞാൻ പെണ്ണാ. വാ, എനിക്കത് അറിയില്ലായിരുന്നു. ഓടി. ഞങ്ങളുടെ തറവാട്ടുകാർ ഇന്ന് വരെ ആരെയും കബളിപ്പിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഇപ്പോഴും സംശയം ഉണ്ടെങ്കിൽ അവന്റെ ആഫീസിൽ ഒന്നും കൂടി പോവാം. നിങ്ങൾ തനിച്ചല്ല, ഞാൻ കൂടി വരാം. സത്യം എന്താണെന്നൊന്നും അറിയണമല്ലോ. അത് അറിയാനൊന്നും ഇല്ലടി. നിനക്ക് അവനെ പ്യൂണായിട്ട് നേരിട്ട് കാണണമെങ്കിൽ നമുക്ക് പോവാം. അടുത്ത തിങ്കളാഴ്ച ആയിക്കോട്ടെ. എന്താ? ഓ ശരി. ആ. കോയമ്പത്തൂർ ഭയങ്കര വെള്ളപ്പൊക്കം. പാലക്കാട്ട് വണ്ടികളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുക. കോൺഫറൻസ് നടന്നില്ല. ഓഫീസിലെത്തിയപ്പോ അമ്മാവൻ വന്നെന്ന് പറഞ്ഞു. എന്താ വിശേഷം അമ്മാവ? ഫ്ലാസ്കും എടുത്ത് ചായ വാങ്ങിക്കാൻ പോകുമ്പോ എന്നെ കണ്ടോടി. അത് നീയായിരുന്നില്ല എന്ന് ഒന്നുകൂടെ ബോധ്യപ്പെടുത്താൻ ഇങ്ങോട്ട് പോന്നു. അതല്ലേ ശരി? ഫ്ലാസ്കോ? ഓടിയെന്നോ? അമ്മാവൻ എന്തൊക്കെയായി പറയുന്നത്? അമ്മാവ, സത്യത്തിന്റെ മുഖം സ്വർണ്ണപാത്രം കൊണ്ട് ഒരിക്കലും മൂടി വെക്കാൻ കഴിയില്ല. ഇതേത് നാടകത്തിലെ ഡയലോഗാ? നിങ്ങൾ എന്തിനാ വെറുതെ തർക്കിക്കാൻ നിൽക്കുന്നേ? നമ്മൾ എന്തായാലും തിങ്കളാഴ്ച അങ്ങോട്ട്. നീട് വന്നേ. എങ്ങോട്ടാ? അമ്മാവൻ എന്നെ വിളിച്ചില്ലേ? വിളിച്ചില്ല. എന്താ? നീ എന്ത് മരമണ്ടിയാ? ആ നമ്മൾ തിങ്കളാഴ്ച ഓഫീസിൽ ചെല്ലുമെന്ന് പറഞ്ഞാൽ അവൻ അന്നും കോയമ്പത്തൂർക്ക് പോകും. അപ്പൊ പ്യൂൺ വേഷത്തിൽ നിനക്ക് അവനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് അക്കാര്യം മിണ്ടി പോവരുത്, മിണ്ടി പോവരുത്. കേട്ടോ രാജേന്ദ്ര, തിങ്കളാഴ്ച ഞങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല, ഇവിടെ തന്നെ കാണും. അപ്പൊ ഞാൻ തിങ്കളാഴ്ച വരാല്ലേ? എന്തിന്? നിങ്ങൾ ഇവിടെ തന്നെ കാണുമെന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി അന്ന് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമെന്ന്. എന്ത് തീരുമാനം? എന്റെയും രാധികയുടെയും കാര്യത്തിൽ. ഇറങ്ങടാ വീട്ടിൽ നിന്ന്, ഇറങ്ങാൻ. നിങ്ങൾ എന്താ ഈ പറയുന്നത്? സാധാരണ സിനിമയിലും നാടകത്തിലും ഒക്കെ ഇത്തരം ദുഷ്ട കഥാപാത്രങ്ങൾ അവസാനം പാമ്പ് കടിച്ചോ ലോറി കയറിയോ മരിക്കും. അങ്ങനെ ഒരു ദുരന്തം എന്റെ അമ്മാവൻ ഉണ്ടാവരുമെന്നാണ് എന്റെ ആഗ്രഹം. ഇടിച്ചു നിന്നെ ഞാൻ. മേലാൽ ഈ വീട്ടുമുറ്റത്ത് കയറിപ്പോയാൽ നിന്നെ ഞാൻ കൂലിക്ക് ആളെ വെച്ച് എന്നാ തല്ലിപ്പിക്കും. കൂലി ഞാൻ ആളെ കൊണ്ട് ഇങ്ങോട്ട് വരാൻ നിങ്ങൾക്ക് അയ്യോ, രണ്ട് എന്താ? പൊട്ടിട്ട് പറയണം. എന്താ ഇത്? ഓ പിന്നെ തല്ലും. എന്നെ പേടിപ്പിക്കാൻ നോക്കല്ലേ. അയ്യോ. രാജേട്ടാ ഒന്ന് നിന്നേ. നീയായിരുന്നു. ഞാൻ വിചാരിച്ചു നിന്റെ അച്ഛൻ എന്നെ തല്ലാൻ വരുമായിരിക്കും. അതാണ് ഓടിയത്. കൊള്ളാം, വലിയ ധൈര്യശാലി. ഇത് ധൈര്യത്തിന്റെ പ്രശ്നമൊന്നുമല്ല. ഒരു സംഘർഷാവസ്ഥ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നീ വന്ന ഏതായാലും നന്നായി. അന്ന് അമ്പലത്തിൽ വെച്ചത് നടന്നില്ല. അതിപ്പോഴും ചുണ്ടി തന്നെ നിൽക്കുക. അതങ്ങ് തന്നേക്കാം. ഈ തോന്നിയത്തിന് മാത്രം ഒരു കുറവുമില്ല. എന്നാൽ ഒരു മയമില്ലാത്ത തള്ളായി പോയി. എന്നോടെങ്കിലും സത്യം പറ രാജേട്ടാ, രാജേട്ടന് ശരിക്കും എന്താ അവിടെ ജോലി? അത് ശരി, ഇപ്പോഴും നിന്റെ സംശയം തീർന്നിട്ടില്ലല്ലേ? എനിക്കല്ല സംശയം. ഈ കള്ളനും പോലീസും കളി എത്ര നാളത്തേക്കാ? അച്ഛൻ പറയുന്നു പ്യൂൺ വേഷത്തിൽ രാജേട്ടനെ കണ്ടെന്ന്. രാജേട്ടൻ പറയുന്നു മാനേജറാണെന്ന്. തിങ്കളാഴ്ച അച്ഛനും അമ്മയും വരുന്നുണ്ട് ഓഫീസിൽ, ഒന്നുകൂടി തെളിവെടുക്കാൻ. അയ്യോ, എന്തേ? ഉറുമ്പ് കടിച്ച്. ഓ, ഈ പറമ്പിലൊക്കെ കുറച്ച് DDT വിതറിയ എന്താ? സർവത്ര ഉറുമ്പാ. തന്റെ എന്നുള്ള എന്ന് വരുന്നെന്നാ പറഞ്ഞത്? ഒരു വട്ടം പറഞ്ഞില്ലേ? ഇതിന്റെ ഇടയിൽ കിടന്ന് ഞാനാ വിഷമിക്കുന്നത്. രാധികേ, ഈ കിഴവനെ കൊന്നിട്ട് ജയിലിൽ പോവാം. അതേ നടക്കൂ. നിന്റേതെന്ന് അവകാശപ്പെടാൻ ഞാൻ വാടക കൊടുക്കുന്ന ഈ വീട്ടിൽ എന്തൊക്കെയാ ഉള്ളത്?
മനസ്സിലായില്ല. സോപ്പില്ല, പൗഡർ ഇല്ല, ടൂത്ത് പേസ്റ്റ് ഇല്ല, 4-5 കീറ ഷർട്ടും പാൻസും, ആകെയുള്ള ഒരു അണ്ടർവെയറും, പിന്നെ ഒരു പറഞ്ഞ ബാഗും. ഈ സാധനങ്ങളൊക്കെ ആ ബാഗിൽ ഇട്ടോണ്ട് നീ പെട്ടെന്ന് സ്ഥലം വിട്ടോ. നിന്നെ ഇനി സഹായിക്കാൻ എന്നെ കിട്ടില്ല. അപ്പുക്കുട്ട, എല്ലാം അറിയാവുന്ന നീ എന്നെ തടയരുത്. തിങ്കളാഴ്ച ഒരേ ഒരു മണിക്കൂറല്ലേ ഉള്ളൂ. ട്രാൻസ്ഫർ ആയി പോയ മാനേജറുടെ ക്യാബിൻ ഒഴിഞ്ഞും കിടക്കുന്നു. കിടക്കട്ടെ. അമ്മാവനും അമ്മായും വന്നു പോകുന്നവരെ മാത്രം. മാനേജരായിട്ട് എനിക്ക് ചുമ്മാ ക്യാബിനിലൊന്ന് ഇരിക്കാൻ കഴിഞ്ഞാൽ ഈ കല്യാണം നടക്കും. പറ്റില്ല. ഇനി നിന്റെ ഒരു കേസും ഞാൻ ഏറ്റെടുക്കില്ല. ഉത്സവത്തിനെന്നും പറഞ്ഞ് നീ എന്നെ നിന്റെ നാട്ടിൽ കൊണ്ടുപോയി. എന്നിട്ട് എന്ത് സംഭവിച്ചു? 120 രൂപയുടെ ഒരു പുതിയ ചെരുപ്പ് പോയി. നല്ലതുപോലെ അടിയും കിട്ടി. MD-യോട് ഇനി നിന്റെ കാര്യം പറഞ്ഞാൽ എന്റെ ജോലി പോകും. ഒന്നാമത് അയാൾക്ക് നിന്നെ ഇഷ്ടമല്ല. പക്ഷെ നിന്നെ ഇഷ്ടമാണല്ലോ. നീ ഒരു വട്ടം കൂടി ബ്ലാക്ക് മെയിൽ ചെയ്താൽ അയാൾ കേൾക്കും, എനിക്ക് ഉറപ്പാ. ഈ നുണയെല്ലാം പറഞ്ഞു കൂട്ടിയതും അമ്പലത്തിൽ വെച്ച് അടി കൊണ്ടതും എല്ലാം ഈ ഒരു കാര്യം നടക്കാൻ വേണ്ടി മാത്രമല്ലേ അപ്പുക്കുട്ട? ഈ സന്നിഗ്ധ ഘട്ടത്തിൽ മറ്റാർക്ക് എന്നെ സഹായിക്കാൻ പറ്റും? എനിക്കിത് കൊണ്ടുള്ള ലാഭം? ഒരാത്മ സുഹൃത്തിനെ സഹായിച്ചു എന്നുള്ള സംതൃപ്തിയോടെ നിനക്ക് മരിച്ചൂടെ? ഹോട്ടൽ ഇന്റർനാഷണലിൽ ഒരു ന്യൂ ഇയർ പാർട്ടി നടക്കുന്നു. ഞാൻ 2 അടിച്ചിരുന്നു. ഒരു മൂലയിൽ തനിച്ചു നിൽക്കുകയായിരുന്ന സുന്ദരിയായ സ്ത്രീയുമായി ഞാൻ ഒന്ന് സല്ലപിക്കാൻ ശ്രമിച്ചു. യു ലുക്ക് ലൈക്ക് മൊണാലിസ, ഐ ലവ് യു എന്ന് ഞാൻ അവരോട് പറഞ്ഞപ്പോ പുറയുന്ന ഒരാൾ എന്നെ പിടിച്ച് പതുക്കെ ബാത്റൂമിൽ കൊണ്ടുപോയി 1-2 ഇടി ഇടിച്ചു. അത് അവരുടെ ഭർത്താവ് പോലീസ് സൂപ്രണ്ടായിരുന്നു. തന്റെ നല്ല കാലത്ത് താനത് കണ്ടു. അത് നാട്ടിൽ പാട്ടാകാതിരിക്കാൻ ഞാൻ തനിക്ക് ഒരുപാട് ഫേവറുകൾ ചെയ്തു. ഇനി അത് പറ്റില്ല. നോ മോർ ബ്ലാക്ക് മെയിലിംഗ് മിസ്റ്റർ അപ്പുക്കുട്ടൻ. ഗെറ്റ് ഔട്ട്. സാർ എന്നെ തെറ്റിദ്ധരിക്കുകയാണ്. അല്ലല്ലോ, ഈ യൂസേഴ്സിന് ഞാൻ ഈ പിയൂൺ ജോലി എടുക്കാൻ കാരണം എന്താ? ഇതേ പ്രശ്നം പറഞ്ഞുള്ളത് എന്റെ ബ്ലാക്ക് മെയിലിംഗ്. ഇനി ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. ഓ, എനിക്ക് തല്ല് കിട്ടുകാരെന്താ മൈക്ക് വെച്ച് വിളിച്ചു പോയാൽ ഒരിക്കലും ചുക്കുകളോ? പിയൂണിനെ പിടിച്ച് മാനേരാക്കുക, എന്നിട്ട് പിടിച്ച് ക്യാബിലെടുത്തുക. ഇതെന്താ നാടാക്കാൻ പറ്റിയോ? ഒരേ ഒരു ദിവസത്തേക്കല്ലേ സാർ? നോ, അങ്ങനെ നുണ പറഞ്ഞാൽ ഇടിയേറ്റ് ഇപ്പൊ പെണ്ണ് കിട്ടണ്ട. ഞാൻ നാൻസിയുമായി എന്തെങ്കിലും സംസാരിക്കാൻ നോക്കിയാൽ അപ്പ അവൻ കയറി വരും. പെർമനന്റ് ന്യൂസൻസ്. അവനെ പിരിച്ചുവിടുന്ന കാര്യം ഞാൻ ആലോചിച്ചോണ്ടിരിക്കുക. അപ്പോഴാ പഴയ ഹേമമാലിനി. എന്താ? അഭിനയം തുടങ്ങിയ കാലത്തുള്ള ഹേമമാലിനിയെ സാറിന് ഓർമ്മയില്ലേ? ഉണ്ടെങ്കിൽ ആ ശരീര വടിവ് ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തിനാ? ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കണം സാർ. ആലോചിച്ചു നോക്കി. എന്ത് തോന്നുന്നു? എന്ത് തോന്നാൻ? ഒന്നും തോന്നുന്നില്ലേ? അങ്ങ് ബോംബെ കിടക്കുന്ന ഹേമമാലിനിയെ ഞാൻ ഇവിടെ നിന്ന് ആലോചിച്ചിട്ട് എന്താണോ കാര്യം? ശരിയാണ്. പക്ഷെ അതേപോലൊരു ഹേമമാലിനി ഈ അടുത്തൊക്കെ തന്നെ ഉണ്ടെങ്കിൽ? ആരാത്? രാജേന്ദ്രൻ കെട്ടാൻ പോകുന്ന പെണ്ണ്. അതിപ്പോ എങ്ങനെ? ഒരു നിമിഷം ആ കുട്ടിയുടെ കണ്ണിൽ നോക്കിയാൽ സാറ് ദഹിച്ചു പോകും. സൗന്ദര്യത്തിന്റെ തീക്കനൽ. അതാണ് ആ കുട്ടി. ചുമ്മാ നുണ പറയാടോ. ഞാൻ എന്തിനു നുണ പറയണം സാർ? അങ്ങനെ ഒരു പെണ്ണ് ഇങ്ങനെ ഒരു കോന്തനെ എന്തിനു കെട്ടണം? അവൾക്ക് ആരെങ്കിലും ഒന്ന് കെട്ടണ്ടേ സാർ? എങ്കിലും അവളെ ഞാനും കെട്ടിയാലോ? ഒരു ചായ കുടിക്കാൻ ആരെങ്കിലും ചായത്തോട്ടം വാങ്ങുമോ സാർ? എന്ന് വെച്ചാൽ അവളെ രാജേന്ദ്രൻ കെട്ടുന്നതും സാറ് കെട്ടുന്നതും ഒക്കെ ഒരുപോലെ തന്നെ. കാര്യമൊക്കെ ശരി തന്നെ. പക്ഷെ രാധികയെ ഞാൻ കെട്ടുന്നതും MD കെട്ടുന്നതും ഒരുപോലെയാണെന്ന് പറഞ്ഞത് എന്തർത്ഥത്തില? അത് അപ്പ തോന്നിയ ഒരു ബുദ്ധിയാ. ബുദ്ധിയല്ല, തെമ്മാടിത്തരം. ഇതാണ് നിന്റെയൊക്കെ സംസ്കാരം. ടോൾസ്റ്റോയ് പറഞ്ഞിട്ടുള്ളത് മാർഗ്ഗം ഇത്തിരി മോശമായാലും ലക്ഷ്യം നന്നായാൽ മതിയെന്നാ. ടോൾസ്റ്റോയ് അങ്ങനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ലെന്ന് ടോൾസ്റ്റോയ് എന്നോട് പറഞ്ഞ. ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് നിനക്കെന്താ ചെയ്തം? കല്യാണം കഴിഞ്ഞാൽ നീ നിന്റെ ഭാര്യയെ ഏരിയയിലേക്ക് കൊണ്ടുവരണ്ട. പ്രശ്നം തീർന്നില്ലേ? അത് ഞാൻ കൊണ്ടുവരില്ല. എന്നാലും നിനക്ക് അങ്ങനെ പറയാൻ തോന്നിയല്ലോടാ. എനിക്ക് തോന്നി, പറഞ്ഞു. നിന്റെ കുറ്റപ്പെടുത്തൽ കേട്ടാ തോന്നും ഇതൊക്കെ എന്റെ ആവശ്യമാണെന്ന്. നീ നിന്റെ പാട് നോക്കി പോടാ ചക്കാൻ. ഇതെന്താ ഫാൻസി ഡ്രസ്സോ? എല്ലാം പെട്ടെന്നായിരുന്നു. ഇന്നലെ വരെ പ്യൂണായിരുന്ന രാജേന്ദ്രൻ ഇന്ന് ഒറ്റയടിക്ക് മാനേജരായി മാറിയിരിക്കുന്നു. പക്ഷെ MA കാരനായ രാജേന്ദ്രൻ ഈ പോസ്റ്റ് ഡിസേർവ് ചെയ്യുന്ന ആള് തന്നെയാണ്. ഒരപേക്ഷയുള്ളൂ. ഇനി എന്നെ കാണുമ്പോ പഴയതുപോലെ ചായ വേണം, പരിപ്പോട വേണം എന്നൊന്നും പറഞ്ഞേക്കരുത്. വാങ്ങിച്ചേരാൻ വിഷമമുണ്ടായിട്ടല്ല. ഒഫീഷ്യൽ ഡ്യൂട്ടിക്കിടയിൽ അത് ബുദ്ധിമുട്ടാവും. അനുഗ്രഹിക്കുക, സഹകരിക്കുക. മാനേജറുടെ AC ക്യാബിനിലേക്ക് പോകാൻ എന്നെ അനുവദിക്കുക. MD-യുടെ അനുഗ്രഹം. ഓ, ദാറ്റ്സ് റൈറ്റ്. യെസ്. ഇതെന്തൊരു മായ? കാക്കാപിടുത്തം. അതിൽ മാത്രമായിട്ട് MD വീഴുകയല്ല.
അങ്ങേര് വീഴുന്ന വേറെ ചില കാര്യങ്ങളുണ്ടല്ലോ അതുവല്ലോ ആയിരിക്കും. മേ ഐ കമിൻ സർ? യെസ് കമിൻ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. അല്ല, താൻ ആളാകെ അങ്ങ് മാറിയല്ലോ. എല്ലാം സാറിന്റെ കടാക്ഷം. ഉം. ഈ നന്ദി എന്നും കാണിക്കണം അല്ലേ മിസ്റ്റർ അപ്പുക്കുട്ടൻ? നന്ദിയുടെ കാര്യത്തിൽ രാജേന്ദ്രനും പട്ടികളും ഒരുപോലെയാണ് സാർ. വാലില്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. മിസ്റ്റർ രാജേന്ദ്രൻ, ആശ്രിത വത്സലനാണ് ഞാൻ. ഭഗവാൻ കൃഷ്ണനെ പോലെ പ്രസാദിച്ചാൽ എല്ലാം ഞാൻ കൊടുക്കും. കൂട്ടത്തിൽ കൃഷ്ണന്റെ ചില കുസൃതികളും എനിക്കുണ്ടെന്ന് കൂട്ടിക്കോളൂ. അല്ലേ മിസ്റ്റർ അപ്പുക്കുട്ടൻ? ചിലപ്പോ ഈ പോസ്റ്റ് ഞാൻ പെർമനന്റ് ആക്കും. ജോലി തുടങ്ങിക്കോളൂ. താങ്ക് യു സർ. അപ്പുക്കുട്ടൻ നിൽക്കൂ. എന്താ സാർ? അപ്പുക്കുട്ടനോടല്ലാതെ ഞാനിത് ആരോട് പറയും? എന്തോ മുമ്പെങ്ങും ഇല്ലാത്തൊരു പരവേശം എന്നെ പിടികൂടിയിരിക്കുന്നു. നേര് പറഞ്ഞാൽ ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല. അജ്ഞാതയായ ആ സുന്ദരി എന്റെ നെഞ്ചിൽ കയറി നൃത്തം ചെയ്യുകയാണ്. ശരിയായിരിക്കും, ആ കുട്ടി ഭരതനാട്യം പഠിച്ചതാണ്. Is it? എന്നാൽ ആ നെഞ്ചി കയറിയുള്ള നൃത്തം ചെയ്തോട്ടെ അപ്പുക്കുട്ട, അതൊരു സുഖമല്ലേ? അതൊരു സുഖമാണ്. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ സാർ. പിന്നെ ആ പെൺകുട്ടിയുടെ പേരൻസ് വരുമ്പോ എന്നെ ഒന്ന് വിളിക്കണം, ഒന്ന് പരിചയപ്പെടണം. അത് മറ്റൊരു സുഖാണല്ലോ അല്ലേ? അതാണ് സാർ ശരിക്കുള്ള സുഖം. വിളിക്കാം സാർ.